ഭരണം മാറി. പഴയ പിണറായി കാലത്തെ ആ രക്ഷാപ്രവർത്തനമുണ്ടല്ലോ, അത് നടത്തിയ പോലീസുകാർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചതോടെ പ്രതിപക്ഷ നേതാവിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരാകാൻ ഇടി നടന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പിണറായി വിജയന്റെ സുരക്ഷാ ചുമതലയിൽ ഉണ്ടായിരുന്നത് അനിൽകുമാർ, സന്ദീപ് എന്നീ പോലീസുകാരായിരുന്നു. ഇവരാണ് ആലപ്പുഴയിലെ കുപ്രസിദ്ധമായ രക്ഷാപ്രവർത്തനം നടത്തിയതും KSU നേതാക്കളുടെ തലയടിച്ചു പൊട്ടിച്ചതും. എന്നാൽ VD സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെ ഈ രക്ഷാപ്രവർത്തനത്തിനെതിരെ പുനരന്വേഷണം പ്രഖ്യാപിച്ചു. ഇതോടെ പണി വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ അനിൽകുമാറും സന്ദീപും വീണ്ടും പിണറായിയുടെ ചിറകിൻ കീഴിൽ ഒതുങ്ങാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പിണറായിക്കൊപ്പം തുടരാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും. പോലീസ് സംഘടന വഴിയാണ് ശ്രമം നടത്തുന്നത് എന്നാണ് വിവരം. പിണറായി വിജയന്റെ ചിറകിനുള്ളിൽ ഒതുങ്ങിയാൽ സതീശൻ പ്രഖ്യാപിച്ച അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്നാണ് ഇരുവരും കരുതുന്നത്. വകുപ്പ് തല നടപടി ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ട് ഒരു മുഴ മുന്നേ എറിയുകയാണ് അനിൽകുമാറും സന്ദീപും. പക്ഷേ ഏത് നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുകൂട്ടിയാലും അവിടെ നിന്നെല്ലാം താഴെ ഇറക്കുമെന്ന തന്റെ പഴയ വാക്ക് നടപ്പിൽ വരുത്തുന്ന സതീഷിന് മുന്നിൽ രക്ഷപ്പെടാനാകുമോ എന്നറിയില്ല. എന്തായാലും പുതിയ മന്ത്രിമാരുടെ സുരക്ഷാ ചുമതലയിൽ സന്ദീപും അനിൽകുമാറുമില്ല. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ഇരുവർക്കും പ്രതികൂലമാണ്. അതുകൊണ്ട് തന്നെ പുതിയ മന്ത്രിമാരുടെ സുരക്ഷാ ചുമതലയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട്. മാത്രമല്ല, പിണറായി വിജയനൊപ്പം നേരത്തെ ഉണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരോട് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ആസ്ഥാനത്ത് തിരികെ റിപ്പോർട്ട് ചെയ്യാനും നിർദ്ദേശമുണ്ടായിരുന്നു. ഇതോടെയാണ് പണിമണത്ത അനിൽകുമാറും സന്ദീപും പിണറായിയുടെ ഗൺമാന്മാരായി തുടരാൻ അസോസിയേഷൻ വഴി സമ്മർദ്ദം ശക്തമാക്കിയത്. 2024 ഡിസംബർ 15 നടന്ന നവകേരള യാത്രക്കിടയിലെ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ അക്രമം പുനരന്വേഷിക്കുന്നത് നിലവിൽ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ആയ AP ഷൗക്കത്ത് അലിയാണ്. 2024 നടന്ന സംഭവമായിട്ടും ഇതുവരെ അനിൽകുമാറിനും സന്ദീപിനുമെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അറസ്റ്റ് പോയിട്ട് വകുപ്പുതല നടപടി പോലും ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത. ഒരു കേസ് പോലും എടുക്കാതെ ഇത്രയും കാലം സംരക്ഷിച്ച പിണറായി വിജയൻ തന്നെ ഇനിയും തങ്ങളെ രക്ഷിക്കുമെന്നാണ് ഇരുവരും കരുതുന്നത്. തെളിവില്ല എന്ന പേരിൽ കേസ് എഴുതിത്തള്ളാൻ വരെ തയ്യാറായ പിണറായിക്ക് ഇനിയും തന്റെ സന്തത സഹചാരികളെ സംരക്ഷിക്കാൻ കഴിയുമോ എന്നാണ് അറിയേണ്ടത്. പിണറായി പോലീസിന്റെ രക്ഷാപ്രവർത്തനം പുനരന്വേഷിക്കാൻ VD സതീശൻ ഉത്തരവിട്ടത് ചരിത്രത്തിൽ രേഖപ്പെടുത്തും. കാരണം ഒറ്റ തീരുമാനം കൊണ്ട് രണ്ട് തരം പ്രതികാരമാണ് സതീശൻ നടത്തിയിരിക്കുന്നത്. ഒന്ന്, താൻ നേരത്തെ പറഞ്ഞതുപോലെ തങ്ങളുടെ കുട്ടികളുടെ തലയടിച്ച് പൊട്ടിച്ചവരെ UDFന് അധികാരം കിട്ടിയാൽ വെറുതെ വിടില്ല എന്ന വാക്ക് പ്രാവർത്തികമാക്കുന്നു എന്നത്. മറ്റൊന്ന്, കേസ് തെളിയിച്ചതിന്റെ വൈരാഗ്യത്തിൽ 10 വർഷമായി പിണറായി സർക്കാർ ഒതുക്കിയിട്ടിരുന്ന ഉദ്യോഗസ്ഥനെ തന്നെ ഈ കേസിന്റെ അന്വേഷണ മേൽനോട്ടം ഏൽപ്പിച്ചു എന്നതും. സതീഷിന്റെ മധുര പ്രതികാരത്തിന് പക്ഷേ പിണറായിക്കും കൂട്ടർക്കും എരിവ് കൂടുമെന്ന് ഉറപ്പാണ്. പിണറായി പോലീസ് എഴുതിത്തള്ളാൻ നോക്കിയ കേസ് അന്വേഷിക്കുന്നത് TP ചന്ദ്രശേഖരൻ കൊലക്കേസ് വിദഗ്ധമായി തെളിയിച്ച് കൊടിസുനി അടക്കമുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും CPM നേതാക്കളുടെ പങ്ക് വെളിച്ചത്ത് കൊണ്ടുവരികയും ചെയ്ത AP ഷൗക്കത്ത് അലിയാണ്. അന്ന് DYSP ആയിരുന്ന ഷൗക്കത്ത് അലിയെ കഴിഞ്ഞ 10 വർഷവും മികച്ച പോസ്റ്റുകൾ ഒന്നും നൽകാതെ ഒതുക്കി നിർത്തിയിരിക്കുകയായിരുന്നു പിണറായി സർക്കാർ. നിലവിൽ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP. അത്തരത്തിൽ ഒരു ഉദ്യോഗസ്ഥനെ തന്നെ പിണറായിക്കെതിരായ അന്വേഷണത്തിന്റെ ചുക്കാൻ ഏൽപ്പിക്കുന്നതിലൂടെ സതീഷിന്റെ പ്രതികാരത്തിന് മധുരം അല്പം കൂടും. അതേസമയം അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ പിണറായിയുടെ ചിറകിനടിയിൽ സുരക്ഷിതത്വം തേടാൻ ഈ രക്ഷാപ്രവർത്തകരായ ഉദ്യോഗസ്ഥർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അന്വേഷണം വരുന്നതോടെ എന്തായാലും നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പായി. അതുകൊണ്ട് തന്നെ അന്വേഷണം പ്രഖ്യാപിച്ച ശേഷം പിണറായി പങ്കെടുത്ത പരിപാടിയിൽ പിണറായിക്കൊപ്പം ഗൺമാന്മാർ ഉണ്ടായിരുന്നില്ല. പക്ഷേ അനിൽകുമാറും സന്ദീപും ഇപ്പോഴും പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ പിണറായിക്കൊപ്പം തന്നെ തുടരുന്നുണ്ട്. കേസിൽ 1 മാസത്തിനകം അന്വേഷണ റിപ്പോർട്ട് നൽകാനാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനോട് DGP നിർദ്ദേശിച്ചിരിക്കുന്നത്. അന്വേഷണ റിപ്പോർട്ട് വരുന്നതോടെ പിണറായിക്ക് തന്റെ സന്തത സഹചാരികളെ കൈവിടേണ്ടി വരും. അനിൽകുമാറും സന്ദീപും സസ്പെൻഷൻ നേരിടേണ്ടിയും വരും. അങ്ങനെ ഒറ്റ തീരുമാനത്തിലൂടെ ഇരട്ട പ്രതികാരത്തിന്റെ മധുരം നുണയുകയാണ് സതീശൻ. ഇതിനിടയിൽ തന്നെ പിണറായി ഭരണത്തിന്റെ കീഴിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി പ്രവർത്തിച്ച പോലീസുകാർക്കെല്ലാം സതീശൻ സർക്കാരിന്റെ പാരിതോഷികം എത്തുമെന്നും ഉറപ്പായി തുടങ്ങി. ഇന്നിപ്പോൾ ഭരണം മാറി. VD സതീശൻ മുഖ്യമന്ത്രിയായി. പറഞ്ഞതുപോലെ സതീശൻ മുഖ്യമന്ത്രിയുടെ പണിയും തുടങ്ങി. പോലീസിലെ ഇടതനുകൂല സംഘടനാ തലപ്പത്ത് വലിയൊരു ആഘാതം ഏൽപ്പിച്ചുകൊണ്ടാണ് തുടക്കം.
പോലീസ് അണിയിലെ അറിയപ്പെടുന്ന ഇടതനുകൂല നേതാക്കളെ സ്ഥലം മാറ്റിക്കൊണ്ട് തന്റെ പ്രതികാര നടപടിക്ക് തുടക്കമിട്ടിരിക്കുകയാണ് വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രി. പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ആർ. പ്രശാന്ത്, ജനറൽ സെക്രട്ടറി സി.ആർ. ബിജു എന്നിവരെയാണ് സ്ഥലം മാറ്റിയത്. 10 വർഷമായി സ്പെഷ്യൽ ബ്രാഞ്ചിൽ ഇളക്കം തട്ടാതെ ജോലി ചെയ്തിരുന്ന ഇരുവരും ഇനി ക്രമസമാധാന ചുമതലയിൽ ജോലി ചെയ്യേണ്ടി വരും. തിരുവനന്തപുരം മ്യൂസിയം സ്റ്റേഷൻ SHO ആയിട്ടാണ് ആർ. പ്രശാന്തിനെ മാറ്റിയിരിക്കുന്നത്. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിൽ CI റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരുന്നു പ്രശാന്ത്. കൊച്ചി സ്പെഷ്യൽ ബ്രാഞ്ചിൽ ജോലി ചെയ്തിരുന്ന ബിജുവിനെ കൊച്ചി സിറ്റി പോലീസിലേക്കാണ് താൽക്കാലികമായി മാറ്റിയിരിക്കുന്നത്. ബിജുവിനെ ഏത് പോലീസ് സ്റ്റേഷനിലേക്കാണ് സ്ഥലം മാറ്റേണ്ടത് എന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പിന്നീട് തീരുമാനിക്കും. കഴിഞ്ഞ 10 വർഷമായി ഇരുവരും പോലീസ് യൂണിഫോം ഇട്ടിട്ടില്ല എന്നതുകൊണ്ടാണ് ലോ ആൻഡ് ഓർഡറിലേക്ക് മാറ്റിയത് എന്നാണ് പോലീസിലെ കോൺഗ്രസ് അനുകൂല സംഘടനാ നേതാക്കൾ പറയുന്നത്. പിണറായി പോലീസിന്റെ പ്രത്യേക രക്ഷാപ്രവർത്തനം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇന്നലെ VT ബൽറാം MLA സുപ്രധാനമായ ഒരു ഉപദേശം പോലീസിനും ആഭ്യന്തര വകുപ്പിനും നൽകിയത്. UDF സർക്കാരിന്റെ കാലത്ത് സമരങ്ങളെ അടിച്ചൊതുക്കുന്ന തരത്തിൽ ഒരിക്കലും പോലീസിന്റെ അതിക്രമം ഉണ്ടാകരുത് എന്നാണ് ബൽറാമിന്റെ ഉപദേശം. ജനാധിപത്യപരവും സമാധാനപരവുമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നവരുടെ നേർക്ക് അവർ ആരായാലും, കമ്മ്യൂണിസ്റ്റോ BJPയോ കോൺഗ്രസോ ഏത് പാർട്ടിക്കാരായാലും അവർക്ക് നേരെ ഒരിക്കലും പോലീസിന്റെ അതിക്രമം ഉണ്ടാകരുത് എന്ന് ബൽറാം പറയുന്നു. അക്രമം നടക്കുമ്പോൾ അക്രമകാരികളെ തടയാനോ ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാനോ എത്രത്തോളം ഫോഴ്സ് ഉപയോഗിക്കാമോ അത്രത്തോളം മാത്രം ബലപ്രയോഗത്തിന് പോലീസിന് അധികാരമുള്ളൂ. അതിൽ കൂടുതലുള്ള ഒന്നും ഒരു ജനാധിപത്യ സമൂഹത്തിൽ അനുവദിക്കാനാകില്ല എന്നാണ് ബൽറാമിന്റെ നിലപാട്. ഉത്തരവുകൾ കൊണ്ട് എല്ലാവരെയും അറിയിച്ചു മാത്രമല്ല, നിശബ്ദമായും ചില വിപ്ലവങ്ങൾ വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രി നടത്തുന്നുണ്ട്. അതിലൊന്ന് 10 വർഷത്തോളമായി അടഞ്ഞുകിടന്നിരുന്ന സെക്രട്ടേറിയറ്റിലെ സമരഗേറ്റ് എന്നറിയപ്പെടുന്ന നോർത്ത് ഗേറ്റ് തുറന്നതാണ്. 10 വർഷമായി ഒരു ഭരണാധികാരിയോ ഉദ്യോഗസ്ഥനോ സാധാരണക്കാരനായ സന്ദർശകനോ സെക്രട്ടേറിയറ്റിലേക്ക് കയറിപ്പോകാൻ ഉപയോഗിക്കാത്ത ഈ നോർത്ത് ഗേറ്റിലൂടെയാണ് വി.ഡി. സതീശൻ ആദ്യത്തെ ദിവസം പുറത്തേക്ക് പോയത്. അതോടെ 10 വർഷത്തെ ബാരിക്കേഡ് ഉപരോധത്തിൽ നിന്ന് നോർത്ത് ഗേറ്റിന് ശാപമോക്ഷമായി. വൈകുന്നേരം ജോലി കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഉദ്യോഗസ്ഥരും പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ തീരുമാനം സന്തോഷകരമെന്ന്. MG റോഡിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന നോർത്ത് ബ്ലോക്കിലേക്ക് നേരിട്ടുള്ള പ്രവേശന കവാടമാണ് സമരഗേറ്റ് എന്നറിയപ്പെടുന്ന നോർത്ത് ഗേറ്റ്. ഭരണത്തിനെതിരായ എല്ലാ സമരങ്ങളും നടക്കാറുള്ളത് ഈ പ്രവേശന കവാടത്തിന് മുന്നിലാണ്. അതുകൊണ്ട് തന്നെ ഗേറ്റിന് സമരഗേറ്റ് എന്ന പേരും വീണു. സമരം അക്രമാസക്തമാകുന്ന സമയങ്ങളിൽ അടച്ചിട്ടിരുന്ന നോർത്ത് ഗേറ്റ് 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് സ്ഥിരമായി അടച്ചിട്ടു. കാലക്രമത്തിൽ മുള്ളുകമ്പികൾ ചുറ്റിയ ബാരിക്കേഡുകൾ അടുക്കി ഗേറ്റിന് കൂടുതൽ സുരക്ഷാ കവചവും ഒരുക്കി. ഈ ഗേറ്റിനാണ് സതീശൻ നിശബ്ദ വിപ്ലവത്തിലൂടെ ശാപമോക്ഷം നൽകിയത്.